ഡ്യൂൺ പാർട്ട് 2 ഈ ഒരു സിനിമ കണ്ടിട്ട് ഇറങ്ങിയപ്പോൾ കിട്ടിയൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അത് എത്ര പറഞ്ഞാലും അത് കംപ്ലീറ്റ് ആവില്ല. കാരണം അത്രയ്ക്ക് ഭയങ്കര ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് കണ്ടിറങ്ങിയ ഒരു ഫീലായിരുന്നു എനിക്ക് ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിയത്. ഫസ്റ്റ് പാർട്ട് തിയേറ്ററിൽ പോയി കാണാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ടായിരുന്നു. ഞാൻ അതുകൊണ്ട് ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് സ്റ്റോറി കിട്ടാനായിട്ട് ഞാൻ ഇന്നലെ ഈ ഒരു സിനിമ ഫസ്റ്റ് ഒന്നും കൂടെ കണ്ടിട്ടാണ് സെക്കൻഡിന് പോകുന്നത്. കാരണം 2021 ഇറങ്ങിയതാണ്, ഇത്ര ഒരു 3 വർഷമായി. അപ്പോൾ സ്റ്റോറിയോട് നമുക്ക് അവിടെ ഇവിടെയൊക്കെ മറന്നു പോകും. അപ്പം ഒരു സ്റ്റോറിയുടെ കംപ്ലീഷന് വേണ്ടി ഞാൻ ഇന്നലെ ഒരു ഫസ്റ്റ് പാർട്ട് കണ്ടുപോയത് എനിക്ക് ഒരു ഫ്രഷ് ഫീലോട് സെക്കൻഡ് കാണാൻ പറ്റി നമുക്കാണ്. സെക്കൻഡിനെ പറ്റി പറയുകയാണെങ്കിൽ ആ ഒരു എപ്പിക് സിനിമകൾ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പല സിനിമകളും എപ്പിക് ആണെന്ന് പറയുമെങ്കിലും നമുക്ക് ആ ഒരു എപ്പിക്കിൻ്റെ ഫീൽ കിട്ടാമല്ലോ. പക്ഷേ ഇവിടെ സാൻ എപ്പിക് മൂവി മാൻ, ഒരു എപ്പിക് സിനിമയാണിത്. കാരണം എന്താണോ ഫസ്റ്റ് പാർട്ട് പറഞ്ഞു നിർത്തിയത് അവിടുന്ന് തുടങ്ങി ആ ഒരു സ്റ്റോറിയെ ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ട് ഒരു അടിപൊളി ക്ലൈമാക്സിൽ കൊണ്ട് നിർത്തുന്നു. ഇനിയും ഒരു പാർട്ട് വേണമെങ്കിൽ ചെയ്യാമെന്നുള്ള രീതിയിൽ കൊണ്ട് നിർത്തുന്നു. ഇതിനകത്തെ വിഷ്വൽസാണ് എടുത്തു പറയേണ്ടത്. ഓരോ സീനും തുടക്കം മുതൽ അവസാനം വരെ ഓരോ സീനും, അതായത് 2-2.25 മണിക്കൂറുണ്ട് സിനിമ. മണൽ ഡെസേർട്ടാണ് ഫുള്ള് കാണിക്കുന്നത്. പക്ഷേ അതിനകത്ത് വിഷ്വൽ ബ്യൂട്ടി ഉണ്ട്, അത് വേറെ ലെവല്. ഞാൻ ഇതിനു മുമ്പ് ഇത്രയും വിഷ്വൽ ബ്യൂട്ടിയുള്ള സാധനം കണ്ടിട്ടുള്ളത്, അല്ലെങ്കിൽ ഇത്രയും അടിപൊളി ഫ്രെയിമുകൾ കണ്ടിട്ടുള്ളത് മാഡ് മാക്സ് ഫ്യൂറി ഓൺ ദ റോഡ് എന്നുള്ള സിനിമയിലാണ്. അതും സെയിം ആ ഒരു കളർ ഗ്രേഡിങ് ഉണ്ട്, അതായത് ഒരു ഓറഞ്ച് യെല്ലോയിഷ് സാധനമുണ്ട്. അതും സിനിമ തുടക്കം തൊട്ട് അവസാനം വരെ ഇതിനകത്ത് ഈ ഒരു സാധനമാണ് കാണിക്കുന്നത്. പിന്നെ കുറച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റും കാണിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു കളർ ഗ്രേഡിങ്ങിലും ആ ഒരു ഡെസേർട്ടാണെങ്കിലും അതിനകത്ത് കുറേ വിഷ്വൽ ബ്യൂട്ടികൾ കാണിക്കുന്നുണ്ട്. ചില ഫ്രെയിമുകളുണ്ട്, അതായത് ഇതിനകത്ത് പോൾ എന്ന് പറയുന്ന നായകൻ നമ്മളതിനകത്തോടെ നടന്നു വരുന്ന കുറേ ഒരു വൈറ്റ് ഷോട്ടുകളുണ്ട്. സൺസെറ്റ്, ആ ഒരു മണൽ, ചെറിയ വിൻഡ് അടിക്കുന്നു. അപ്പം ഇതിനകത്തെ ആ ഒരു മണലിങ്ങനെ ചെറുതായിട്ട് അത് വേറെ ലെവൽ സീനുകളാണ്. അത് നിങ്ങൾ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇത് എന്തായാലും ഫസ്റ്റ് പാർട്ട് എന്നുള്ളത് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ ആ ഒരു സ്റ്റോറി മനസ്സിലാവുകയാണെങ്കിൽ മാത്രം, ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം പോയി സെക്കൻഡ് കാണുക. കാരണം ഇത് ആ ഒരു ഫസ്റ്റിനെ നമ്മൾ ഒരു സ്റ്റോറി വേൾഡ് ബിൽഡിങ് എന്നൊക്കെ പറഞ്ഞ് നിർത്തുകയാണ്, ക്യാരക്ടർ ഇൻട്രോഡക്ഷൻ എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇത് ആ ഒരു ക്യാരക്ടറുകളെ എക്സ്പ്ലോർ ചെയ്ത് പോവുകയാണ്. ഇതിനകത്ത് ഓരോരോ ക്യാരക്ടറുകളെ എക്സ്പ്ലോർ ചെയ്ത് പോകുന്നു. ഇതിനകത്ത് നായകൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ എന്താണ്, ആ നായകൻ്റെ പവർ എന്താണെന്ന് ഇതിനകത്ത് എക്സ്പ്ലോർ ചെയ്ത് പോകുന്നു. ഭയങ്കര സ്ലോ പേസിൽ എന്നാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കഥ കൊണ്ടുപോയിട്ട് ക്ലൈമാക്സിലേക്ക് പോകുന്ന ഒരു 10-25 മിനിറ്റ് ഉണ്ട് ഒരു വാറും കാര്യങ്ങളും കാണിക്കുന്നത്. വിഷ്വൽ ബ്യൂട്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് മക്കളെ വിഷ്വൽ ബ്യൂട്ടി. ഇതിനകത്ത് സാൻവാം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അതിനെ ഒരു 3 കാണിക്കുന്ന ഒരു സീനുണ്ട് ക്ലൈമാക്സിലൊക്കെ. മാസ്മരിക സാധനം എന്ന് പറഞ്ഞാലും പോരാ, വേറെ ലെവലാണ്. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിനകത്ത് ഓരോ ക്യാരക്ടേഴ്സിനെയും എടുത്തു പറയേണ്ട, ഓരോ ആക്ടേഴ്സിനെയും എടുത്തു പറയേണ്ട, എല്ലാവരും കിടിലൻ പെർഫോമൻസ് ആണ്. പക്ഷേ ടിമോത്തി ഷാലമേ ഹോളിവുഡിൻ്റെ ഫ്യൂച്ചർ പുള്ളിക്കാരൻ്റെ കയ്യിൽ സേഫാണ്. കാരണം ഇത്രയും മെച്യൂറായിട്ട് എങ്ങനെ അഭിനയിക്കുന്നു എന്നുള്ളതാണ്. ഇതിനകത്ത് പോളിൻ്റെ ഒരു ട്രാൻസിഷൻ സീനുണ്ട്, അതായത് പോൾ ഒരു ലോഡിൽ നിന്ന് ഒരു എംപയറിലേക്ക് പോളിൻ്റെ മൈൻഡ് കൊണ്ടും ബോഡി കൊണ്ടും ട്രാൻസിഷൻ ആവുന്നൊരു സീനും. ഇത്രയും പവർഫുള്ളായിട്ടുള്ള ക്യാരക്ടർ എങ്ങനെ ബിൽഡ് ചെയ്തുകൊണ്ടെന്നുള്ളതാണ്. കാരണം ടിമോത്തിയെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ഭയങ്കരമായിട്ട് ഇത്രയും ക്യാരക്ടർ ചെയ്യാൻ പറ്റുന്ന ഒരാളാണെന്ന് തോന്നില്ല. പക്ഷേ ഉള്ളിൽ നിന്ന് വരുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ്. പിന്നെ റെബേക്ക ഫെർഗൂസൺ, സിൻഡയ, ഫ്ലോറൻസ് പ്യൂ, ഓരോരോ ക്യാരക്ടറുകളും ഓരോരോ ആക്ടറുകളും അവർ ചെയ്തു വെച്ചിരിക്കുന്നത് വേറെ ലെവലായിട്ടാണ്. അതിനകത്ത് റെബേക്ക ഫെർഗൂസൻ്റെ ക്യാരക്ടറിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ളൊരു ക്യാരക്ടറാണ്. അതിപ്പോൾ നായികയെക്കാളും ഇമ്പോർട്ടൻ്റ് ഈ ഒരു അമ്മയെന്ന് പറയുന്ന ക്യാരക്ടറാണ്. കാരണം ഇത്ര പവർഫുള്ളായിട്ടുള്ള വെച്ച് ഇതെല്ലാം പ്ലാൻ ചെയ്തത് പുള്ളിക്കാരിയാണ്. പുള്ളിക്കാരിക്ക് അറിയാം എന്തൊക്കെ സംഭവിക്കും, എങ്ങനെയൊക്കെ സംഭവിക്കും എന്നുള്ളത്. അപ്പം ആ ഒരു സാധനത്തെ ഇമോഷണൽ ആയാലും അല്ലാണ്ടായാലും അത് റെബേക്ക ചെയ്യുന്നത് വേറെ റേഞ്ചായിട്ടാണ് ചെയ്യുന്നത്. പിന്നെ സെൻഡയുടെ കാര്യം നമ്മൾ പറയേണ്ട കാര്യമില്ല, അത് വേറെ ലെവലായിട്ട് ചെയ്യുമെന്ന് നമുക്കറിയാവുന്നതാണ്. പിന്നെ ഓരോരോ ക്യാരക്ടറുകളും അവർക്ക് എന്താണോ കൊടുത്തിരിക്കുന്നത് അത് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സീൻ കാണിക്കുന്നുണ്ട്, അതായത് ഒരു ചെറിയ ഒരു ഫൈറ്റ് സീൻ കാണിക്കുന്നുണ്ട്, ഒരു ചാമ്പ്യൻഷിപ്പ് ഫൈറ്റ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ അത് കാണിക്കുന്നത്. അത് ഭയങ്കര നമ്മൾ ചോദിക്കുക ഇതെന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കാണിക്കുന്നത്, ഇത്ര നേരം ഇങ്ങനെ അല്ല കാണിച്ചത്. അതായത് പെട്ടെന്ന് കളറാണ്, പെട്ടെന്ന് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് വരുന്നു, ഒരു ഫിൽറ്റർ വരുന്ന പോലെ. അത് പക്ഷേ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് പോകുന്നത്. അതെന്തിനാ അങ്ങനെ കാണിക്കുന്നു എന്നൊരു ചോദ്യം നമുക്ക്, ഇതെന്തിനാണ് ഇങ്ങനെ കാണിച്ചത്, ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഉദ്ദേശിക്കുന്നത്, ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് തോന്നും. പക്ഷേ സീൻ അടിപൊളിയായിട്ടാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഓരോരോ സീൻ എടുത്ത് പറയുകയാണെങ്കിൽ ഓരോ സീനുകളും ഡെസേർട്ടിൽ ആദ്യം തൊട്ട് ഈ ഒരു സിനിമയുടെ ഒരു 80-85% ഡെസേർട്ടാണ് കാണിക്കുന്നത്. ഇതിന് VFX ടീമിന് കൊടുക്കണം ഒരു വലിയ സല്യൂട്ട്. കാരണം അവരാണ് ഇതിനകത്ത് വേണ്ടി ഇത്രയും ഒറിജിനാലിറ്റി, ഇത്രയും ഒറിജിനൽ ക്രിയേറ്റിവിറ്റി ചെയ്യാനായിട്ട്. പിന്നെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഹാൻസ് സിമ്മർ
ഹാൻസ് സിമ്മർ എന്താണ് നമുക്ക് വേണ്ടതെന്ന് കൊടുത്തു അവിടെ ആ സാധനം വരും. ഇതിനകത്ത് ഈ സാൻവാമുകൾ വരുന്ന സമയത്ത് ഒരു വൈബ്രേഷൻ വരും. തിയേറ്റർ എങ്ങനെയാണെന്ന് വിറയ്ക്കും. ഇത് നിങ്ങൾ കാണുകയാണെങ്കിൽ ഐമാക്സിൽ പോയി കാണുക. ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ്, ഏറ്റവും കിട്ടാവുന്ന ഏറ്റവും വലിയ സ്ക്രീനിൽ കാണുക, ഏറ്റവും നല്ല സൗണ്ട് എക്സ്പീരിയൻസ് കിട്ടുന്ന തിയേറ്ററിൽ കാണുക എന്നുള്ളതാണ്. ഞാനിത് കണ്ടത് അത്ര വലിയ സൗണ്ട് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ വലിയ സ്ക്രീനൊന്നും ആയിരുന്നില്ല. പത്തനംതിട്ട തന്നിയരമ്പിയിലാണ് കണ്ടത്. ഒരു 20-25 പേര് സിനിമ കാണാറുണ്ടായിരുന്നുള്ളൂ. പക്ഷേ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഇന്നലെ നോക്കുന്ന സമയത്ത് ആക്ച്വലി ഇന്ന് ഈ സിനിമ കാണാനായിട്ട് ഞാൻ അടുത്ത് ഒരു തിയേറ്ററിലും സിനിമ ഇല്ല, ആരും എടുക്കുന്നില്ല സിനിമ. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അപ്പം ഉള്ളൊരു തിയേറ്ററിൽ പോയി കാണുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ പിന്നെ തിരുവനന്തപുരം ഐമാക്സിൽ പോയി കാണുക, അല്ലെങ്കിൽ എറണാകുളത്ത് പോകാമെന്നൊരു ഓപ്ഷനാണ്. തിരുവനന്തപുരം ഐമാക്സിൽ നോക്കുമ്പോൾ ടിക്കറ്റ് ഓൾറെഡി ഫുള്ളാണ്. ഒരുമാതിരി എല്ലാം ഐമാക്സിലെ എല്ലാ സീറ്റുകളും റിക്ലൈനർ ഉൾപ്പെടെ എല്ലാം ഫില്ലായിട്ടുണ്ട്. അപ്പം ഇത്രയും എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എക്സ്പെക്റ്റേഷൻ ഉള്ളൊരു സിനിമയായിരുന്നു. കാരണം ഫസ്റ്റിൻ്റെ ആ ഒരു സ്റ്റോറി കണ്ട സമയത്ത് സെക്കൻഡ് ഇത്രയും ഒരു എക്സ്പെക്റ്റേഷനോട് നമ്മളിരിക്കുന്നത്. അപ്പം ഓൾറെഡി US ഈ ഒരു പ്രീമിയർ കഴിഞ്ഞതാണ്, ഒരാഴ്ചയായി സിനിമ ഓടി തുടങ്ങിയിട്ട്. അപ്പം ഓൾറെഡി ഇതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, ഇതിന് എത്ര പെർസെൻറ്റേജ് ഉണ്ട്, ഇതെങ്ങനെയാണെന്നുള്ളത്. അപ്പം അത് ആളുകളുടെ എക്സ്പെക്റ്റേഷൻസ് കൂടും. അത് ഈ ഒരു സിനിമയെ ഇഷ്ടപ്പെടുന്ന, അതായത് നിങ്ങളൊരു ബെസ്റ്റ് സിനിമാറ്റിക് എക്സ്പീരിയൻസ് വേണം എന്നുള്ള ആളാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും പോയി കാണേണ്ട സാധനമാണ്. 2024 ഇതുവരെ ഇറങ്ങിയതിൽ ബെസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും, ബെസ്റ്റ് സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിരിക്കും. എനിക്ക് തോന്നുന്നു ഈ ഒരു ഇറയിലെ തന്നെ ഒരു കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും ഒരു സിനിമ കിട്ടുന്നതെന്നുള്ളതാണ്. കാരണം അത്രയ്ക്കും ബ്യൂട്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ബ്യൂട്ടി. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഇതിന് എന്തായാലും ഈ ഒരു അടുത്ത ഓസ്കാറിന് വരുന്ന സമയത്ത് ഇതിന് ഏറ്റവും കൂടുതൽ ഓസ്കാർ നോമിനേഷൻ കിട്ടാൻ പോകുന്ന സിനിമയാണ്. കാരണം മാഡ് മാക്സ് എന്ന് പറയുന്ന സിനിമ എന്താണോ അതിൻ്റെയൊക്കെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷനാണ് ഇതിനകത്ത് കാണിക്കുന്നത്. മാഡ് മാക്സ് വേറൊരു ജോണറായിരുന്നെങ്കിൽ ഇത് എൻറ്റയർലി ഒരു ഡിഫറെൻറ്റ് ജോണറാണ്. ഇത്രയും ആ ഓരോരോ സ്റ്റോറി ബിൽഡ് ചെയ്ത് വരിക, ക്യാരക്ടർ ബിൽഡ് ചെയ്ത് വരിക. അതായത് സിനിമ സെക്കൻഡ് പാർട്ടാണ്, അപ്പോൾ സീക്വലാണ് വരുന്നത്. അപ്പം നമ്മളെല്ലാം വിചാരിക്കുമ്പോൾ തുടക്കം തൊട്ട് അവസാനം വരെ എന്തോ ഫൈറ്റും കാര്യങ്ങളും ബാറും ഒക്കെ ആയിരിക്കും. പക്ഷെ അല്ല, സ്റ്റോറി ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക. ആ ഒരു ക്യാരക്ടറിനെ ഒന്ന് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഒരു പോയിൻ്റ് ആകുമ്പോൾ ഒരു ട്രാൻസിഷൻ കൊടുക്കുന്നു. പിന്നെ ഒരു യുദ്ധമാണ്. നമ്മൾ വിചാരിക്കും ഇത്ര നേരം കണ്ട ക്യാരക്ടറല്ലോ ഒരു ക്യാരക്ടർ എൻ്റെ അറിയും മാറിപ്പോയി. ഒരു ക്ലൈമാക്സിലേക്കുള്ള ഒരു 20-25 മിനിറ്റ് സമയത്ത് നായകൻ്റെ ക്യാരക്ടർ ഇത്ര നേരം കണ്ടതേ അല്ല. ഭയങ്കര പവർഫുൾ. ഇനിയാണ് സ്റ്റോറി തുടങ്ങുന്നത് നമുക്ക് ഫീൽ ചെയ്യും. കാരണം ഇനി ഒരു 2 സിനിമയും കൂടെ ചെയ്യാനുള്ളൊരു സാധനം കിട്ടും. ആ ഒരു ക്ലൈമാക്സിലേക്ക് ചെല്ലുന്ന സമയത്ത് വേണമെങ്കിൽ ഇനിയും ചെയ്യാം. കാരണം അങ്ങനെയാണ് ഈ ഒരു സിനിമ കൊണ്ടു നിർത്തിയിരിക്കുന്നത്. കാരണം ഇതിനകത്ത് പോളിൻ്റെ ഒരു അനിയത്തി എന്ന് പറയുന്ന ഒരു സിസ്റ്റം എന്ന് പറയുന്ന ക്യാരക്ടർ ഇതുവരെ കുട്ടി ജനിച്ചിട്ടില്ല, പക്ഷേ കുട്ടിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് ഇതിനകത്ത്. കുട്ടി അമ്മയുടെ വയറ്റിലാണെങ്കിൽ കൂടി ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള റോളാണ്. അപ്പം ഇതിനകത്ത് ഒരു സീനിൽ കാണിക്കുന്നുണ്ട് ഫ്യൂച്ചർ, അതായത് പോളിൻ്റെ ഫ്യൂച്ചറും പോളിൻ്റെ ഈ സിസ്റ്ററിൻ്റെ ഫ്യൂച്ചറും കാണിക്കുന്നുണ്ട്. അപ്പം ഇവർ തമ്മിലുള്ള സംസാരമൊക്കെ വരുന്നുണ്ട്. ആ ഒരൊറ്റ സീനിലേ കാണിക്കുന്നുള്ളൂ, പക്ഷേ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇനിയൊരു സിനിമ വരികയാണെങ്കിൽ ഇനി യുദ്ധമാണ്. ഇനി യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രേമനും ബാക്കി ഫുൾ ഹൗസസും തമ്മിലുള്ള ഗേറ്റ് ഹൗസസും തമ്മിലുള്ള യുദ്ധമായിരിക്കും ഇനി വരുന്നത്. അതായത് പോൾ എംപയർ ആവുന്നൊരു സാധനമായിരിക്കും ഇനി വരാൻ പോകുന്നത്. യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി യുദ്ധം. അപ്പം ഈ ഒരു ഡ്യൂൺ എന്ന് പറയുന്ന ഫുൾ എൻ്റയർ ഫ്രാഞ്ചൈസി അല്ലെങ്കിൽ എൻ്റയർ സ്റ്റോറി എടുത്തിട്ട് എനിക്കൊരു ഫുൾ വീഡിയോ ചെയ്യണമെന്നുണ്ട്. അതായത് ഇനി എങ്ങനെയാണ് ഈ സിനിമ പോകുന്നത്, എന്തൊക്കെയായിരിക്കും ഇതിൻ്റെ ഫ്യൂച്ചർ എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാം. ഇതിപ്പം സിനിമ കണ്ടിറങ്ങി കഴിഞ്ഞപ്പം എനിക്ക് എന്താണ് ഫീൽ ചെയ്യുന്നുള്ള എക്സൈറ്റ്മെൻറ്റ് തീരുന്നതിന് മുമ്പ് എനിക്ക് വീഡിയോ ചെയ്യണം എന്നുള്ളതാണ് ഞാൻ വീഡിയോ ചെയ്തത്. ഇത് പ്രീമിയർ കാണണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, പക്ഷേ പ്രീമിയർ കാണാൻ പറ്റില്ല. എന്തായാലും ഐമാക്സിൽ ഒന്നും കൂടെ പറ്റുമെന്നുണ്ടെങ്കിൽ ഐമാക്സിൽ പോയി ഈ സിനിമ കാണും. ഐമാക്സ് എക്സ്പീരിയൻസ് എനിക്ക് ചെയ്യണം എന്നുണ്ട്. കാരണം ഈ ഒരു സിനിമയ്ക്ക് ഐമാക്സിൽ എക്സ്പീരിയൻസ് ഇല്ലത് പിന്നെ എന്ത് എക്സ്പീരിയൻസ് ചെയ്യാനാണ്? ഇനി അങ്ങനെ ഇത്രയും വലിയ സിനിമയൊന്നും വരുന്നില്ല, ഐമാക്സ് സിനിമകളൊന്നും വരുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഈ ഒരു സിനിമ ഐമാക്സിൽ നിങ്ങൾക്ക് അടുത്ത് എത്ര വലിയ തിയേറ്റർ ഉണ്ടോ അവിടെ പോയി കാണുക. വീട്ടിൽ നിന്ന് കണ്ടാലൊന്നും ഇതിൻ്റെ എക്സ്പീരിയൻസ് കിട്ടുമല്ലോ. അപ്പം അത്രയ്ക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് ആണ്. സിനിമ വേൾഡ് എന്ന് പറഞ്ഞ ഇതാണ്, സിനിമ യൂണിവേഴ്സ് എന്ന് പറഞ്ഞ ഇതാണ്, സിനിമാറ്റിക് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ ഇതാണ്. ഇതൊക്കെയാണ് സിനിമ. ഇത്രയും വലിയൊരു സാധനമാണ്. അല്ലാതെ ഓരോ ജോണറുകൾക്കും ഓരോ സിനിമകളുണ്ട്, പക്ഷേ ദിസ് ഈസ് എപ്പിക് മാൻ. ഇതൊക്കെ നൂറ്റാണ്ടിൽ 1-2 എന്നൊക്കെ പറയുന്ന പോലത്തെ സിനിമയാണിത്. ഇതൊക്കെ കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഇനി ഇതേപോലൊരു എക്സ്പീരിയൻസ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയ്ക്ക് അടിപൊളി സാധനമാണ്. മിസ് ചെയ്യാണ്ട് നിങ്ങൾ പോയി കാണുക. ഞാൻ 100% ഗ്യാരണ്ടിയാണ് ഈ ഒരു സിനിമയ്ക്ക്. നിങ്ങൾ പോയി കണ്ടാൽ ഇത് വർത്താണെന്നുള്ളത്. അപ്പം നിങ്ങൾ കണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുക നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. എനിക്ക് നിങ്ങൾ എന്താണ് ഫീൽ ചെയ്യുക എന്നുള്ള അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കമൻറ്റ് ചെയ്യാൻ പറയുന്നത്. എന്തായാലും ഒരു ബെസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടിയ സാറ്റിസ്ഫാക്ഷൻ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്.